എക്സ്ക്യൂസ് മീ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ. കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. മനസ്സിലായില്ല. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിലെ സെലിബ്രിറ്റീസിന് മോദിജിയെ ഇത്ര ഭയമായിരുന്നു എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. പറഞ്ഞു വരുന്നത് മറ്റൊന്നിനെ പറ്റിയല്ല, നമ്മുടെ പിള്ളേരുടെ വിദ്യാർത്ഥികളുടെ ഡൽഹിയിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റിനെ പറ്റിയാണ്. ഇതാണിപ്പോ ട്രെൻഡിങ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ട മോദിജി പ്രധാനമന്ത്രി ഒരു പോസ്റ്റ് ഇട്ടു. കുട്ടികളുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്റാണ്. സത്യം നമുക്ക് രണ്ടു കൂട്ടർക്ക് അറിയണല്ലേ, പിന്നെ ആരെ കാണിക്കാനാണ് ഈ ആക്ടിങ്? ഫോണിന്റെ ക്യാമറയിൽ നോക്കി ആരണ്ടെഴുതി കൊടുത്ത സാമാനം നോക്കി വായിച്ച് അണ്ണൻ ഒരു വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു. മോദിജി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം പേളി മണി വിട്ടു ഒരു പോസ്റ്റ്. നീ ആ കയ്യങ്ങട് തന്നെ ഒന്നിനും പ്രതികരിക്കാത്തതിന് 100-ൽ 100 മാർക്കാ നിനക്ക്. നീ ഗാന്ധിജിയാടാ, താടിയും മുടിയും വളർത്തിയ മഹാത്മാഗാന്ധിജി. കേരളത്തിൽ നിന്ന് എയറിലേക്ക് പോയത് നമ്മുടെ സ്വന്തം പ്രിയങ്കരിയായ പേളിമാണിയാണ്. പോസ്റ്റ് ഇട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ, അപ്പോഴേ ഏറി കയറിയെങ്കിൽ. സജി, വീട്ടിൽ തന്നെ ഇരുന്നാ മതി, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ. ഞാനതൊന്നും എൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കുറച്ചൊക്കെ ഞാൻ വായി. ദയവായി പരിക്കേൽക്കരുത്, ദയവായി സുരക്ഷിതനായി ഇരിക്കൂ, നിങ്ങളുടെ ജീവൻ അപകടത്തിലാണെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങൂ. വാവ്, സൂപ്പർ ഉപദേശം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. വർഷങ്ങൾക്ക് ശേഷം ഈ സംഭവങ്ങളെ തിരിഞ്ഞു നോക്കുമ്പോൾ നാം ഓർക്കേണ്ടത് ധൈര്യത്തെയും അനുകമ്പയെയും അർത്ഥവത്തായ മാറ്റങ്ങളെയും കൂടുതൽ ശക്തമായി ഒരു ഇന്ത്യ രൂപപ്പെടുത്താൻ സഹായിച്ച ഒരു തലമുറയാകട്ടെ. നീ തന്നെയാ, നിനക്ക് ഇത്ര ബുദ്ധിയാ? ഇതൊക്കെ എന്ത്, ഇതൊക്കെ ചെറുതല്ലേ. എന്നിട്ട് കോമഡി ഇതല്ലേ, ഇനിയുള്ളതാണ്. വായിക്കുക, കേൾക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക, വിവരങ്ങൾ മനസ്സിലാക്കുക, വിമർശനാത്മകമായി ചിന്തിക്കുക, ഏറ്റവും പ്രധാനമായി സ്വന്തമായി ഒരു നിലപാട് രൂപപ്പെടുത്തുക. എന്ന് വെച്ചാൽ എനിക്കും വലിയ പിടിയില്ല. എന്നിട്ട് കമന്റ് സെക്ഷൻ ഓഫ് ആണ് ഗൈസ്. പേളിയുടെ കമന്റ് സെക്ഷൻ ഓഫ് ആണ്. ഇത് ഇട്ടപ്പോ തന്നെ 10,000 പുറത്ത് കമന്റ് വന്നു. അപ്പോഴത്തേക്ക് നെഗറ്റീവ് ആണ് കൂടുതലും. കുത്തിയിരുന്ന് കുറേയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, ചോദിച്ചവരെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. എന്നിട്ടും നെഗറ്റീവ് വന്നപ്പോഴത്തേക്ക് കമന്റ് സെക്ഷൻ ഓഫ് ആയി, കണ്ടം വഴി ഓടി. വീഡിയോക്ക് റെസ്പോൺസ് എങ്ങനെ ഉണ്ട്? 7 comments. വായിക്കേ, എണീറ്റ് പോടാ തിണ്ടി. ഫസ്റ്റ് കമന്റ്, മോദി ഇട്ട പോസ്റ്റും കൂടെ പേളി മാണി തന്റെ സ്റ്റോറിയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് കാര്യം മനസ്സിലായി എന്തുകൊണ്ട് പേളി മാണി ഇങ്ങനെ വന്നിരുന്നിട്ട് വളരെ ന്യൂട്രൽ ആയിട്ട് രണ്ട് വെള്ളത്തിലും കാര്യം കിട്ടുന്ന രീതിയിൽ സംസാരിച്ചു. അപ്പൊ എന്താണെങ്കിലും കാര്യം കയ്യിൽ നിന്ന് പോയി. ഇതൊന്നും നോക്കണ്ട, അടിച്ചോ. ഓക്കേ ബോസ്.